സോ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനമുള്ള കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വർക്ക്ഔട്ട് കാണിച്ചു തരാന്നുള്ളത്. അപ്പൊ അതിലെനിക്ക് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, നമുക്ക് സൂര്യ നമസ്കാരം ചെയ്താൽ പോരെ, നമുക്ക് യോഗ ചെയ്താൽ പോരെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം യോഗ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഈവൻ യോഗയിൽ മെഡിറ്റേഷൻ ആണെങ്കിലും ഈവൻ സ്ട്രെച്ചിങ് ആണെങ്കിലും എല്ലാം നമുക്ക് യോഗ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ ടോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും വീണ പെട്ടെന്ന് കൈയും കാലൊക്കെ പൊട്ടി പോകുന്നുണ്ട്. അത് നമ്മുടെ മസിൽ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇത് വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ മസിലിനെ സ്ട്രോങ് ആക്കാത്തതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോഴേ നമ്മുടെ മസിലൊക്കെ സ്ട്രോങ് ആയിരിക്കുള്ളൂ. പക്ഷെ ഞാൻ ദിവസം ജിമ്മിൽ വന്നിട്ടാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 പ്രാവശ്യം മിനിമം സൂര്യ നമസ്കാരം ചെയ്തിട്ടേ ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം ഒന്നാമത് വാമപ്പ് ആവാൻ അത് നല്ലതാണ്, പിന്നെ ബോഡി സ്ട്രെച്ചിങ്ങിന് നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ 5 ദിവസത്തെ വർക്ക്ഔട്ട് തരാം, 2 ദിവസം വർക്ക്ഔട്ട് ഇല്ല എന്നാ പറഞ്ഞത്. ഈ 2 ദിവസം ആക്ച്വലി നമുക്ക് എന്താ പറയാ ഈ സ്ട്രെച്ചിങ് യോഗ ചെയ്യാട്ടോ. അതും വേണമെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചാൽ, ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു. പിന്നെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് കേട്ടോ, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കുള്ള ഒരു ധാരണയാണ് നമുക്ക് മസിൽ വരും, നമ്മൾ ആണുങ്ങളെ പോലെ ആവുന്ന. ആണുങ്ങൾക്ക് എന്നെ മര്യാദയ്ക്ക് മസിൽ വരില്ല, പിന്നെ ഇപ്പൊ നമുക്ക് വരാൻ പോണം. എനിക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ലൈക്ക് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മളെ മസിലിനെ മാത്രമേ സ്ട്രോങ് ആക്കുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോണില്ല. അത് നമുക്ക് ആവശ്യമായതുകൊണ്ടാണ്. എനിവേ ഞാൻ വിചാരിച്ചു ഞാൻ സ്വന്തം കാണിച്ചു തരാമെന്നാണ്. അന്ന് പറഞ്ഞ പോലെ എനിക്കറിയാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തെറ്റ് പഠിക്കരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കോച്ചിനെയും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചിതു ഒന്ന് ഇടുകയാണ്. ഹലോ, ഇതെന്റെ കോച്ചാണ്. എൻ്റെ ജിമ്മില് ഇവൻ സാറും ഞാൻ ചെറുതുമാണ്. ജിമ്മിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയും ഇവൻ എൻ്റെ അനിയനുമാണ്. ജിമ്മിൽ ഇവൻ ഞാൻ അനുസരിക്കും, ഇവൻ ചീത്ത പറഞ്ഞാലൊക്കെ ഞാൻ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഒരു ചീത്തയുണ്ട്. എനിവേ അപ്പൊ ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ ഫുൾ ബോഡി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത്. പിന്നെ ഇപ്പം ചില ആൾക്കാർക്ക്, ഇപ്പൊ എന്റെ ചേച്ചി ദുബായിലാണ്, ചേച്ചി പോകുന്നുണ്ട് ജിമ്മില്. കുറെ കാലം മുമ്പ് ചേച്ചിക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പുറത്തേക്ക് പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, ഹോം ഡംബിൾ വർക്ക്ഔട്ട്, വെയിറ്റ് ട്രെയിനിങ്, മസിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, അറ്റ് ദ സെയിം ടൈം നമ്മൾ മെലിയും വേണം. വെയിറ്റ് ലോസ് ആൻഡ് മസിൽ ടോൺ. പിന്നെ ഇപ്പൊ ഇത് മതി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് തീരെ തടിയില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, വളരെ മെലിഞ്ഞിട്ട്, അവരെയും ഇതുപോലെ തടിപ്പിക്കുന്ന വർക്കൗട്ടും പറഞ്ഞു തരണേ. ചെയ്യാം. അതുപോലെ ഇപ്പൊ നമ്മള് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയ ആൾക്കാർക്കുള്ള ഡംബിൾ വർക്കൗട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഒരു വീക്കോട് കൊടുക്കാം. അപ്പൊ നമ്മളൊരു 7 ഡേയ്സിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏഷ്യൻ പസഫിക് എന്തായിരുന്നു, സിൽവർ മെഡലിസ്റ്റ്. കേട്ടോ ആള്. ബോഡി ബിൽഡിംഗ് ആണല്ലോ, നമ്മള് ഫിറ്റ്നസ് തന്നെയാണ് നമ്മുടെ ഇഷ്ടവും. അത് തന്നെ പഠിക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളൊരു 7 ഡേയ്സ് ഷെഡ്യൂളാണ് വർക്കൗട്ട്, ഹോം ടെമ്പിൾ വർക്കൗട്ട്. അല്ല, ഞാൻ 7 ദിവസം അല്ലല്ലോ, 2 ദിവസം നമുക്ക് റെസ്റ്റും 4 ദിവസം വർക്കൗട്ടും. അതെ, അല്ല 5 ദിവസം ഫുൾ ഷെഡ്യൂൾ പറഞ്ഞ 1 വീക്കില്. അതിന് നമ്മൾ ഡേ 1 ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ്. ഡേ 2 ലോവർ ബോഡിയാണ്, ലോവർ ബോഡി. ഡേ 3 കോർ ആൻഡ് കാർഡിയോ ആണ്. ഡേ 4 നമ്മൾ ചെയ്യുന്നത് അപ്പർ ബോഡിയാണ്. ഡേ 5 നമുക്ക് യോഗയോ സ്ട്രെച്ചിങ്ങും റിക്കവറി കൊടുക്കാം. ഡേ 6 നമ്മൾ HIIT. അപ്പൊ ഈ 4 ഡേയ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ 5th ഡേ എന്ന് പറയുന്നത് ഫുൾ ഫ്രീ ആണ്. പിന്നെ 6th ഡേ ആണ് നമ്മൾ ഹിറ്റ് കൊടുക്കുന്നത്. സർക്യൂട്ട് വർക്കൗട്ട്. ദെൻ സർക്യൂട്ട് കഴിഞ്ഞാൽ നേരെ ഡേ 7 ഇതുപോലെ തന്നെ റിക്കവറി കൊടുക്കാം, യോഗ കൊടുക്കാം, സ്ട്രെച്ചിങ് കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ 7 ഡേയ്സ് പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണിക്കാം. ഫസ്റ്റ് ഡേ നമ്മൾ ഫുൾ ബോഡി വർക്ക്ഔട്ട്, ഫുൾ ബോഡി. ഓക്കെ, പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ സ്ട്രെച്ചിങ്, വാം സ്ട്രെച്ച് ചെയ്തിട്ട് വർക്ക്ഔട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട ആൾക്കാർക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. 10 പ്രാവശ്യം വേണമെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാം. പക്ഷെ നമ്മൾ ഓരോരോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ആ മസിൽസിനൊക്കെ ഒന്ന് നമുക്ക് വാം ആവണം. അത് ശരി. അപ്പൊ നമ്മൾ കാലാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അതിനെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്, ഞങ്ങൾ ഇന്ന് കാലിലാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോണത്. ഇപ്പൊ കൈയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ
നമ്മൾ കൈക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ് ആണ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്ത് ബ്രെയിൻ പറയണം ശരീരത്തിനോട് നമ്മളിന്ന് ഇതിനാണ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ബോഡിയാണ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്കൊന്ന് ബ്രീത്തിങ് ചെയ്യാം. നമ്മളത് സാധാരണ നമ്മുടെ എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ബ്രീത്ത് എക്സസൈസ് ചെയ്യാറുണ്ട്. നമുക്കൊന്ന് കോൺസെൻട്രേഷൻ കിട്ടാനും വർക്കൗട്ടിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എന്ത് എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫുൾ ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഹോൾഡ്, ദെൻ പതുക്കെ ബ്രീത്ത് ഔട്ട്. 6 സെക്കൻഡ്സ് എടുത്തിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് 6 സെക്കൻഡ്സ് അതേപോലെ തന്നെ ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ ആൻഡ് എക്സൈൽ. അങ്ങനെ ഒരു എത്ര പ്രാവശ്യം ചെയ്യണം? നമ്മൾ 3 ടൈംസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഒരു വാം സ്ട്രെച്ചിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് നീങ്ങി നിൽക്കാം. ഓക്കെ, റെഡി? ഫസ്റ്റ് നമ്മൾ ആം സർക്കിളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂവ്. റെഡി? ആം സർക്കിൾ ചെയ്യുക. ഓക്കെ, എത്ര പ്രാവശ്യം? 10 ടൈംസ് ചെയ്യാം. 10 ടൈംസ് ഇങ്ങോട്ട്, 10 ടൈംസ് അങ്ങോട്ട്. റിവേഴ്സ്, ബാക്ക്. പിന്നെ ആം സർക്കിൾ കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എത്ര പ്രാവശ്യം? 10 ടൈംസ്. ഓക്കെ, സോ 10 ടൈംസ് ഇങ്ങോട്ട്, 10 ടൈംസ് അങ്ങോട്ട്, പിന്നെ ഇത് 10 ടൈംസ്. ഓക്കെ, മൂന്നാമത്തെ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അതിന് കാല് മുമ്പിക്ക് ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓളിക്ക് വരാം. ആൻഡ് നെക്സ്റ്റ് ഈ കാല് വെക്കുക, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓളിക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആവും കേട്ടോ. പിന്നെ ഈ കൈ ഇങ്ങനെ വെക്കണം, വീണ്ടും ഇതുപോലെ മോളിക്ക് കൊണ്ടുവരിക, വീണ്ടും കാലിങ്ങനെ. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? അങ്ങനെ നമ്മൾ 10 ടൈംസ് ചെയ്യാം. ഒരു കാല് 10, അപ്പൊ രണ്ടും കൂടെ വരുന്ന 20 ടൈംസ്. ഓക്കെ, സോ ഇത് 20. ആക്റ്റീവ് സ്ക്വാട്ട്. ഓക്കെ, അപ്പം നമ്മൾ 1, 2, 3 നാലാമത്തെ. നമ്മളെ കാലം ഇങ്ങനെ വെച്ചിട്ട് കൈ മുന്നിക്ക് വരിക. നമ്മളെ ബോഡി മുന്നിക്ക് പോണോ? ബോഡി മുന്നിക്ക് പോകണം. മുന്നിക്ക് പോണം. ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം ചെയ്യണവരാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ 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 ആടി കഴിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പിന്നെ ശരിയായിക്കോളും. ഓക്കെ, പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയോ? ഇതെല്ലാവർക്കും ഫസ്റ്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആക്റ്റീവ് നമ്മുടെ അഡക്ടർ മസിൽസ് ഒക്കെ ആക്റ്റീവ് ആവാൻ സ്ട്രെച്ച് ചെയ്ത്. പക്ഷെ നമുക്കൊരു ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും പിടിച്ചിട്ട് ചെയ്തൂടെ? അല്ലെ? ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒന്ന് നിൽക്കും ഇങ്ങനെ. ഇപ്പൊ ഇങ്ങനെ ഒരാൾ നമുക്ക് കമ്പനി ഉണ്ടെങ്കിൽ ഒക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊമ്പിയോ എന്തെങ്കിലും പിടിച്ചിട്ട് ചെയ്യാം. ഒരാളുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു. നമ്മൾ എല്ലാവരും ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഇവിടുത്തെ മസിലിന്റെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിട്ട് ഇവിടെ. ഓക്കെ, സോ ഇതെങ്ങനെ 20 ടൈംസ്. നെക്സ്റ്റ് വൺ സ്പൈൻ ടീ റൊട്ടേഷൻ. ഇത് 20 ടൈംസ്. അപ്പൊ നമ്മൾ 6 സ്ട്രെച്ചിങ് കഴിഞ്ഞു. ഈ 6 സ്ട്രെച്ചിങ് കഴിയുമ്പോ ഞാൻ കയ്യെല്ലാം സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ 6 സ്ട്രെച്ചിങ് കഴിഞ്ഞെന്ന് പറഞ്ഞാ. അപ്പൊ 6 സ്ട്രെച്ചിങ് കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം നമ്മൾ ടയേർഡ് ആവും. പക്ഷെ നമ്മൾ ഇതിന്റെ മുമ്പേ തുടക്കം മാത്രമാണ്, നമ്മളിത് വർക്ക്ഔട്ടിലേക്ക് കടക്കാൻ പോണേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഓൾ ബോഡി വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 സെറ്റ്സ് 12 റെപ്സ്. ഓക്കെ, 3 സെറ്റ്. ഡബിൾ സ്ക്വാട്ട്. ഓക്കെ, നമ്മളിങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് കാലത് എത്ര ഡിസ്റ്റൻസിൽ വെക്കണ്ട സ്ക്വാട്ട് ചെയ്യാം. ഇങ്ങനെ 12 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. 3 സെറ്റ് ആയിട്ട് 12 പ്രാവശ്യം ചെയ്തിട്ട് എത്ര മിനിറ്റ് റെസ്റ്റ്? 3 സെക്കൻഡ്. എത്ര? 5 സെക്കൻഡോ? ഓരോ സെറ്റ് കഴിയുമ്പോൾ ഒരു 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. പിന്നീട് 12 പ്രാവശ്യം ചെയ്യാം, പിന്നെ 1 മിനിറ്റ് റെസ്റ്റ്, പിന്നെ അഗൈൻ 12 മിനിറ്റ് റെസ്റ്റ്. നെക്സ്റ്റ് നമ്മള് ഫ്ലോർ ഡംബിൾ പ്രസ് ആണ്. നമുക്ക് മാറ്റ് കെട്ടിട്ട് ഫ്ലോർ ഡംബിൾ പ്രസ് ചെയ്യാം. ഫ്ലോർ ഡംബിൾ പ്രസ് ആണ്. ഇത് ചെസ്റ്റ് മസിൽസിനാണ് ഇതിന്റെ മസിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് 2.5 ആണ്. നമുക്ക് കൂട്ടി കൊണ്ടുവരാം. 5 ആക്കാം, 7 ആക്കാം, 10 ആക്കാം, 12 ആക്കാം. ഇപ്പൊ ആണുങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് എത്രയെന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമ്മള് ആളുകളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പ്രോഗ്രസീവ് ആയി കൊണ്ടുവരാം. നമ്മൾ സെറ്റ്സ് കൂട്ടും, അതുപോലെ തന്നെ വെയിറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മള് ഫ്ലോർ കിടന്നു, നമ്മുടെ ഹിപ്പ് ബാക്ക് കുറച്ച് അപ്പ് ചെയ്ത് തൊട്ട്. ഓക്കെ, എന്നിട്ട് കൈ പൊസിഷൻ ചെയ്തു പുഷ് ചെയ്യാം.
സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇൻ ചെയ്തിട്ട് വേണം ഇറക്കാൻ. എൽബോ കറക്റ്റ്. അപ്പൊ അതുവരെ നമ്മൾ ഈ ഇവിടെ പൊന്തിട്ടോണ്ടിരിക്കണോ? അതെ. ഇത് എത്ര പ്രാവശ്യം? 12 reps 3 set. Okay. 12 reps 3 set. Next one. Third one. Bend over row. Dumbbell bend over row. Okay. നമ്മൾ ബെൻഡ് ആയി നിന്നു. ഇങ്ങനെ കാല് വെച്ചിട്ട് വെച്ചു. ഓക്കെ. ടൈറ്റ് ചെയ്തു. നമ്മളെ ബം കുറച്ച് ഇങ്ങനെ ബാക്കോട്ടേക്ക് വെക്കണം അല്ലേ? തിരിച്ചു വെച്ചു. ഓക്കെ. പുൾ ചെയ്യാം. റോ ചെയ്യാം. ഇങ്ങോട്ടേക്ക്. 1 2 ഇൻ ചെയ്തു വരിക. 3. നെക്സ്റ്റ് റൊമാനി ഡെഡ് ലിഫ്റ്റ്. ഓക്കെ. കാല് നമ്മൾ പൊസിഷൻ ചെയ്തു. എന്നിട്ട് ഡംബിൾസ് കാലിന് അടുപ്പിച്ച് വെച്ച് ബാക്ക് ടൈറ്റ് ചെയ്ത് നമ്മൾ പുൾ ചെയ്യും. യെസ്. കാലിന് അടുപ്പിച്ച് വലിക്കണം. 2 അടുത്തിറങ്ങി. യെസ്. 4. ഇത് ഇപ്പൊ ഞാൻ 2.5 തുടങ്ങിയേക്കുന്നത്. ഇത് നമ്മൾ മാക്സിമം ഒരാൾക്ക് എത്ര മാസം കൊണ്ട് 12 എത്താൻ പറ്റും? കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്താൻ പറ്റും. ഒരു 1 month കൊണ്ട്. 1 month 2 months. അപ്പൊ നിങ്ങൾ ഡംബിൾസ് ഒക്കെ കുറെ വാങ്ങേണ്ടി വരും കേട്ടോ. അത് നമ്മൾ തുടക്കക്കാർക്കുള്ളതാണ്. നമ്മൾ കൂടുന്നതിനനുസരിച്ച് 1 മാസം കഴിഞ്ഞ് എന്തായാലും മാറ്റേണ്ടി വരും. ബിക്കോസ് നിങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങൾ ഒരു 5 kg ഒക്കെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ടുണ്ടാവും. ഡംബിൾ ഓവർഹെഡ് പ്രസ്. ഓക്കെ. നമ്മള് ഡംബിൾസ് ഇത് ഷോൾഡർ മസിൽസിനെ വർക്ക് ചെയ്യുന്ന കാല് പൊസിഷൻ ചെയ്തു. ഡംബിൾസ് ഇവിടെ ഷോൾഡറിന്റെ അടുത്ത് വന്നു. പുഷ് ചെയ്തു മുകളിലോട്ട്. ഓക്കെ. എൽബോ മുന്നോട്ട് വരണം. ബാക്കോട്ട് പോകാതെ പ്രോപ്പർ ആയിട്ട് ഡൗൺ ചെയ്യും. യെസ്. കറക്റ്റ്. കറക്റ്റ് ആണോ? കറക്റ്റ്. ഓക്കെ. സോ കഴിഞ്ഞു. നമ്മൾ ഒരു 30 seconds ജമ്പിങ് ജാക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വർക്ക്ഔട്ട് വൈൻഡപ്പ് ചെയ്യാം. 2 times 30 seconds ജമ്പിങ് ജാക്സ്. അത് കഴിഞ്ഞ് കൂൾ ഡൗണും കൂടെ ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. ജമ്പിങ് ജാക്സ് 30 seconds നമുക്ക് 2 times ആയിട്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. നോട്ട് ഫിനിഷ്. കൂൾ ഡൗൺ കൂടെ ഉണ്ട്. അതെങ്ങനെയാ? നമ്മൾ വർക്ക്ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡേ 1 ഏകദേശം എല്ലാവരും ചാവാനായിട്ടുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ഒരു 2 ചെയ്യുന്നോണ്ടാണ്. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ ആ അവസ്ഥ വരണം എങ്കിലേ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുന്നുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞ പോലെ കൂൾ ഡൗൺ ആണ്. ജമ്പിങ് ജാക്സ് ചെയ്യണം കേട്ടോ. അത് 30 second 3 sets ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന സാധനം കൂൾ ഡൗൺ. നമ്മളെ ബോഡി ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് ഇനി നമ്മളെ ബോഡിക്ക് റിലാക്സ് ആക്കി കൊടുക്കണം. എന്നുവെച്ചാ ഈ പൂച്ചയൊക്കെ എന്തോ ചെയ്യണ പോലെ അല്ലേ ഇങ്ങനെ. അപ്പൊ നമ്മുടെ ബാക്കിലൊക്കെ ശരിക്കും സ്ട്രെച്ച് ആവും കേട്ടോ. ബ്രീത്തിങ്ങും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുമ്പോ ബ്രീത്ത് ഔട്ട് ആണോ? ചെയ്യാം. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂൾ ഡൗണിനും അതുപോലെ തന്നെ വാമപ്പിനും ഒക്കെ കുറച്ചും കൂടെ സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലതാണ് നമുക്ക്. കാരണം നമ്മൾ സ്ട്രെച്ച് ആവുന്നത് എപ്പോഴും ബെറ്റർ ആണ്. മൊബിലിറ്റി ഇൻക്രീസ് ആവാനും അപ്പം വർക്ക്ഔട്ട് റിക്കവറി വരാനും ഒക്കെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ചൈൽഡ് പോസ്. കുട്ടിയോളം ഇരിക്കണ പോലെ അല്ലേ? ഇങ്ങനെ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം സ്ട്രെച്ച് ചെയ്യാം. ഹോൾഡ് ചെയ്ത് നിൽക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ്ഡ് ആവുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കൊടുക്കാൻ പറ്റുമോ? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് റിലാക്സ്. ബ്രീത്ത് ഔട്ട് ചെയ്തോ മതി. എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റുമോ അത്ര. സോ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് മാത്രമല്ല നമ്മളെ ഫുൾ ബാക്കിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ നല്ല സ്ട്രെച്ച് കിട്ടുന്ന ഒരു പോസാണ്. അപ്പൊ നമ്മളുടെ മൺഡേ വർക്ക്ഔട്ട് കഴിഞ്ഞു. ഞാൻ നാളെ ഇട്ടുതരാം, ട്യൂസ്ഡേ, അങ്ങനെ ഓരോ ദിവസം നെക്സ്റ്റ് ഡേ അങ്ങനെ 5 days ഞാൻ ഒരുമിച്ച് ഇട്ട് തരാം കേട്ടോ. ഒരുമിച്ച് നിങ്ങൾ എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരുമിച്ചും മുന്നേറാം അല്ലെ? എല്ലാവരും ഹെൽത്തി ആയിരിക്കണം. നമ്മളെ കേരളം കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്തി ആയിരിക്കണം. താങ്ക് യു.